അമ്മയ്ക്കറിയോ? അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു താ. എന്താ മോളെ, എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? എനിക്ക് ഭ്രാന്താന്നാ ശിശിരേച്ചി പറയുന്നേ. ആണോ? അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്തോ ഒരു ഭ്രമത്തിനുള്ളിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കും അറിയാം. അതെന്താണെന്ന് തിരിച്ചറിയാനും എനിക്ക് പറ്റുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ ആരും എന്നെ അധിക്ഷേപിക്കാൻ നിൽക്കരുത്. ഞാൻ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും നിങ്ങളൊക്കെ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. എന്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഇതുവരെ ഒരു ഉത്തരവും കിട്ടിയിട്ടുമില്ല. അതൊക്കെ എന്റെ തലയ്ക്കകത്ത് തീ പിടിപ്പിക്കുന്നേ. അതിനിടയിൽ നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നെ അപമാനിക്കാൻ കൂടി ശ്രമിക്കല്ലേ. നീ എന്താടി മോളോട് പറഞ്ഞേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് സമൃദ്ധിയോട് ബഹളം വെച്ചാ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ഇവളുടെ സ്വഭാവം മോൾക്കറിയില്ലേ? വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയും. മോൾ അതങ്ങ് മറന്നേക്ക്. എനിക്കിനി ഒരിക്കലും ഓർമ്മ തിരിച്ചിട്ടില്ലെന്നാണോ ഞങ്ങൾ എല്ലാരും കരുതുന്നത്? എന്റെ ഓർമ്മകളൊക്കെ തിരിച്ചു പിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഇതുപോലെ പറ്റുന്ന ചെറിയ ചില അബദ്ധങ്ങളുടെ പേരിൽ എന്നെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കരുത്. അത് ഞാൻ സഹിക്കില്ല. വാ മോളെ, നമുക്ക് പോവാം. ഇങ്ങനെ വഴി കാണുന്നവരോടൊക്കെ സംസാരിച്ചെന്നാലേ മോളുടെ അമ്മ ഞങ്ങളെ വഴക്ക് പറയില്ലേ? അതിന് ഞാൻ വഴി കാണുന്നവരോടല്ലോ സംസാരിച്ചത്. സച്ചിയങ്കിൾ എന്റെ ഫ്രണ്ടിന്റെ അച്ഛനാ. സ്കൂളിൽ വെച്ച് ഞാൻ വീണപ്പോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് സച്ചിയങ്കിളാണെന്ന് ആന്റിക്ക് അറിയില്ലേ? മോളുടെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. നല്ല മോളല്ലേ, പറയുന്നേ കേക്ക്. വാ നമുക്ക് പോവാം. വാ വാ ചിപ്പി വാ. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. നിങ്ങള് രണ്ടുപേരും പോയി കാറിലിരിക്ക്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും പോയി കാറിലിരിക്കാൻ. വാ. എന്നാലേ ഇനി മോള് പൊയ്ക്കോ. നമുക്കേ സ്കൂളിൽ വെച്ച് കാണാമല്ലോ. വന്നേ. ആ വാ. മോനിന്ന് നേരത്തെ ആണല്ലോ. ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ടമ്മേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. സമൃദ്ധി മോളെവിടെ? അവരകത്തുണ്ട്. മോനെ, അമ്മയ്ക്ക് മോനോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന്. അതിനുള്ള മറുപടി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മേ. മോൻ വിചാരിക്കുന്നത് പോലെയല്ല ഇപ്പൊ കാര്യങ്ങൾ. ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനും കഴിയില്ല.
അമ്മ എന്തായി പറഞ്ഞു വരുന്നേ? നീ ഒരു നല്ല വക്കീല, നല്ല മനുഷ്യന്, നല്ല മകനും അച്ഛനും ഭർത്താവുക. നിന്റെ മുന്നിൽ വരുന്ന കേസുകൾ ജയിപ്പിക്കാൻ നീ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നുമുണ്ട്. ഓരോ കേസുകൾ ജയിക്കുമ്പോഴും നിനക്ക് സന്തോഷം ഉണ്ടാവും. ആളുകൾ നിന്നെ അഭിനന്ദിക്കും. ആ സന്തോഷത്തിൽ നീ പഴയ നഷ്ടങ്ങളൊക്കെ മറക്കുകയും ചെയ്യും. പക്ഷേ ജീവിതത്തിൽ ഇനി അത് മാത്രം മതിയോ മോനെ? ഗൗരിമോൾക്ക് 8 വയസ്സ് കഴിഞ്ഞു, അത് നീ മറക്കരുത്. ഒരമ്മയുടെ കരുതലും സ്നേഹവും ഇനിയാ അവൾക്ക് കൂടുതൽ വേണ്ടത്. കൗമാരപ്രായത്തിലേക്കാ അവള് വളരാൻ പോകുന്നത്. അമ്മ പറഞ്ഞത് ശരിയാ. ജീവിതാനുഭവം എനിക്ക് വളരെ കുറവാണ്. കൗമാരപ്രായത്തിലുള്ളൊരു കുട്ടിക്ക് അച്ഛൻ മാത്രം പോരാന്ന് എനിക്കറിയാം. പക്ഷേ അമ്മയും ശിശിരയും കൂടെ ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും മറ്റൊന്നിന് പകരമാവില്ല മോനെ.